ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എത്ര പേർ പറയുന്നുണ്ട്, ഇന്നെൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, എൻ്റെ വിടുതൻ്റെ ദിവസമാണ്, എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്, എൻ്റെ സമാധാനത്തിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. കോയമ്പത്തൂരിൽ നിന്ന് ഒരു വെൽവിഷറാണുള്ളത്. ആദ്യത്തേത് ഒരു കോ സ്പോൺസറാണ്. ജോലി ലഭിച്ചു, അതിന് നന്ദി സൂചകമായിട്ടാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തനിക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ, ആത്മീകമായിട്ട് വളരുവാൻ, തൻ്റെ ഭർത്താവും മകനും രക്ഷിക്കപ്പെടുവാൻ, മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ അടുത്തത് UAE നിന്ന് അലൻ പായ്വയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ജനുവരി 5-ന്. ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ആലൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ, ബിസിനസ് ആരംഭിക്കുവാൻ, കർത്താവെ ആൻഡ്രിന് ജോലി ലഭിക്കുവാൻ, സാൻഡ്രയ്ക്ക് മെഡിക്കൽ പഠനത്തിലുള്ള അഡ്മിഷൻ ലഭിക്കുവാൻ, അലിസ്റ്റൻ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ഒന്ന് ചിരിച്ചേ. രാവിലെ തന്നെ എല്ലാവരും ഒന്ന് വിടർന്നൊന്ന് ചിരിച്ചേ. ദൈവസന്നിധിയിൽ പുഞ്ചിരിച്ചേ. കർത്താവിൻ്റെ മുഖം അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായെന്ന്. ദൈവമുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം അങ്ങ് പ്രകാശിക്കും. അപ്പോൾ ദൈവമുഖം നോക്കിയാൽ നമ്മുടെ എല്ലാ മുഖവും ഒന്ന് പ്രകാശിക്കേണ്ടത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ. എല്ലായ്പ്പോഴും വാടിയ മുഖവുമായി, ദുഃഖിച്ച മുഖവുമായി ഒന്നും ജീവിക്കരുത്. നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചിട്ട് അത് പുറത്തേക്ക് വരട്ടെ, മറ്റുള്ളവർ കൂടെ അതൊന്ന് കാണട്ടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിലൊന്ന് ഇടുകയോ എനിക്കൊന്ന് അയക്കുകയൊക്കെ ചെയ്യുക. ഈ ദിവസങ്ങളിൽ റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണ്. അസാധാരണമായ വിശ്വാസം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അസാധാരണമായ വിശ്വാസം. 1000 പേര് ഒന്ന് ലൈവ് ചാറ്റിലേക്ക് ഇട്ടേ. അസാധാരണമായ വിശ്വാസം. കാരണം ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതം ജീവിക്കാനല്ല, അസാധാരണമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തീരുമാനമാണ് വേണോ വേണ്ടേ എന്നുള്ളത്. ഇത്തിരി ബൈബിള് പഠിച്ചേക്കാം, മോർണിംഗ് ഗ്ലോറി കണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവർ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയേക്കും. എന്നാൽ ഐ വാണ്ട് എ ചേഞ്ച് ഇൻ മൈ ലൈഫ്. എനിക്കൊരു റാഡിക്കൽ ചേഞ്ച് ആവശ്യമാണ്. ഒരു സമൂലമായ മാറ്റം എനിക്ക് വേണം. എനിക്കിങ്ങനെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് ആരെങ്കിലുമൊക്കെ ഉള്ളിൽ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മോർണിംഗ് ഗ്ലോറി. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ. എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് റാഡിക്കൽ അൺകോമൺ ഫെയ്ത്ത് അകത്തോട്ട് വരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം വരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ബ്രദറെ. ഞായറാഴ്ച ആരാധനയൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വചനമൊക്കെ കേൾക്കുമ്പോൾ, സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അങ്ങ് ഭയങ്കരമായ വിശ്വാസത്തിൻ്റെ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ അവസ്ഥകളൊന്നും മാറിയിട്ടില്ല. പഴയതുപോലെ തന്നെ ഞാൻ ആ മുറിയിൽ തന്നെ ഉണ്ട്. എൻ്റെ എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഭയങ്കര രോഗം ഉണ്ടായിരുന്നു, അതും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും മാറിയിട്ടില്ല. എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ക്യാൻ വീക്കൻ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തെ അത് ദുർബലമാക്കും. വിശ്വാസത്തെ അത് ബലഹീനമാക്കി കളയും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം ഇതാണ്. വാട്ട് ടു ഡു വെൻ യുവർ ഫെയ്ത്ത് ഈസ് വീക്കൻഡ്. നിങ്ങളുടെ വിശ്വാസം അങ്ങ് ദ്രവിച്ചു പോകുമ്പോൾ, ദുർബലമായി പോകുമ്പോൾ, ബലഹീനമായി പോകുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയോ? എന്താണ് ചെയ്യേണ്ടത്? ചില സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. ചില ഗുട്ടൻസ്, ചില ടിപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. വേണ്ടതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം, മറ്റുള്ളവർക്കും കൊടുക്കണം. മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും എനിക്ക് ശക്തമായ ഭാഷയിൽ പറയാനുള്ളത്, ഇത് കണ്ടവസാനിപ്പിക്കരുത്. നിങ്ങൾ ഇത് പഠിച്ച ശേഷം വചനങ്ങളൊക്കെ കൃത്യമായി നല്ല കൈപ്പടയിൽ എഴുതി ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഇത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പല ലീഡേഴ്സും പലരും നമ്മുടെ
ശുശ്രൂഷകന്മാർ, ഇവൻ നെഹമായ എല്ലാം എഴുതി, ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ അതിൽ ചില ഇമേജസ് ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല സൂപ്പർ നോട്ട്സാക്കി ചിലർക്ക് അയച്ചു കൊടുക്കും, ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ എഴുതുന്ന നോട്ട്സ് കമൻറ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുക. ഈ വീഡിയോ കഴിയുമ്പോൾ, ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് അപ്ലോഡ് ചെയ്യാം. അനേകർക്ക് അത് പ്രയോജനമാകട്ടെ. നിങ്ങളുടെ ഫുൾ നോട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സജിത്ത് ബ്രദർ, അതുപോലെ നമ്മുടെ ചർച്ചിലെ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവരുടെ ഫുൾ നോട്ട്സ് അങ്ങിടും. ആയിരക്കണക്കിന് പേർക്കത് പ്രയോജനകരമാകട്ടെ. കമൻറ്റ് ബോക്സിലിടുന്നത് കൂടാതെ നിങ്ങളുടെ ഒരു ഫാമിലി ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങിടുക. എവിടെയെങ്കിലുമൊക്കെ ഈ വിത്ത് മുളയ്ക്കുന്നേ, എവിടെയെങ്കിലുമൊക്കെ അത് ഫലം കായ്ക്കും. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ. അങ്ങനെ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്കും ദൈവത്തിൽ നിന്നൊരു സമ്മാനം, ദൈവത്തിൽ നിന്നൊരു ദാനം, ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം, പ്രതിഫലം കിട്ടിയാൽ അത് നല്ലതല്ലേ? അത് ചെയ്യണം. സഹപാഠികൾക്ക്, സഹപ്രവർത്തകർക്ക്, സഖാക്കൾക്ക്, നിങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ അങ്ങ് കൊടുക്കുക. ദൈവവചനം പരക്കട്ടെ, ദൈവിക സന്ദേശങ്ങൾ പരക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. വിശ്വാസം പലരുടെയും ദുർബലമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇൻ ദ വെയിറ്റിംഗ് പീരിയഡ്. പ്രാർത്ഥിച്ചു, ചിലതിനു വേണ്ടി കാത്തിരിക്കുക. ഒരു ദിവസം കഴിഞ്ഞു, കുഴപ്പമില്ല, കർത്താവിന് ഒരു ദിവസം കൂടെ കൊടുത്തേക്കാം. 2 ദിവസം കഴിഞ്ഞു, കർത്താവ് പ്രവർത്തിച്ചിട്ടില്ല, ഒരു ദിവസം കൂടെ കൊടുക്കാം. 3-ാം ദിവസം കർത്താവ് കാരണം 3-ാം ദിവസം അത്ഭുതം പ്രവർത്തിക്കുന്ന പല വചനങ്ങളുണ്ട്. 3-ാം ദിവസം പ്രവർത്തിക്കട്ടെ. 3-ാം ദിവസം സന്ധ്യയായി ഉഷസ്സുമായി ഒന്നും നടന്നില്ല. ചിലപ്പോൾ കർത്താവ് 7 ദിവസങ്ങൾ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടൊരു 7 ദിവസം അങ്ങ് പോട്ടെ, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം. ഒരാഴ്ചയിലൊന്നും നടന്നില്ല, 10 ദിവസമാക്കി കൊടുക്കാം. 10 ദിവസത്തിലൊന്നും നടക്കുന്നില്ല. 12 ദിവസമാക്കി, ഒന്നും നടക്കുന്നില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായി, പ്രാർത്ഥനയുടെ മറുപടി വരുന്നില്ല. എന്തു ചെയ്യും? പലപ്പോഴും പലരുടെയും വിശ്വാസം ബലഹീനമായി, ദുർബലമായി, വെറും ചണനൂല് പോലെ ദുർബലമായി സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കുറെ നാൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതിരിക്കുമ്പോൾ വിശ്വാസം അങ്ങ് ശിഥിലമായി പോകുന്നത് പോലൊരു തോന്നൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് ചിലപ്പോൾ കാണുന്നില്ല, ചിലപ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ട് വരും. പ്രാർത്ഥിച്ചതിന് ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അല്ലേലും ഞാൻ വിചാരിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ഭയങ്കരമായ പരീക്ഷകൾ വരും. ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭീകരമാകും. അതുകൊണ്ട് ദയവായി ഇനി എന്നോട് അടുപ്പിക്കല്ലേ, ഞാൻ അകന്നു നിന്നോളാം, പഴയതുപോലെ ജീവിച്ചോളാം, ഇനി ഞാൻ അധികം പ്രാർത്ഥിക്കുന്നില്ല. കാരണം പ്രാർത്ഥിച്ചിട്ട് ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അങ്ങനെയും ചിലർക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് വിശ്വാസം ബലഹീനമായി പോകാം. ഈ സമയത്താണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മാവിൽ ഉള്ളിൽ വിശ്വാസം ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് പകരം നമ്മുടെ ഇൻ്റലക്റ്റ്, ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതുപോലെ ചിലരൊക്കെ കുറെ നാൾ കാത്തിരുന്നു, പക്ഷേ റിസൾട്ടൊന്നും ഉണ്ടായില്ല. നെഗറ്റീവായി കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ളതെല്ലാം കൂടെ തലയിലേക്ക് ഇപ്പോൾ കയറി വരികയാണ്. ഉള്ള വിശ്വാസം കൂടെ ചോർന്നു പോകും. ഇതാണ് പലരുടെ അനുഭവം. വിശ്വാസം മുഴുവൻ വെയിറ്റിംഗ് പീരീഡിൽ നഷ്ടമാകുന്നു. And അവർക്ക് മനസ്സിലായി, ദിസ് വെയിറ്റിംഗ് പീരീഡ് ഈസ് ലൈക്ക് എ വേസ്റ്റിംഗ് പീരിയഡ്. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ലൈഫ് എനിമോർ. ലെറ്റ് മീ ഡു സംതിങ് എൽസ്. പലരും ചിന്തിക്കുന്നതാണ്. നമുക്ക് ബൈബിളിൽ ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. റോമാലേഖനം 4-ാം അധ്യായത്തിലാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, പക്ഷെ ഒന്നുകൂടി നോക്കാം. റോമാലേഖനം 4:16 വചനത്തിൽ, therefore the promise comes by faith, so that it may be by grace and may be guaranteed to all Abraham's offspring, not only to those who are of the law, but also to those who have the faith of Abraham. He is the father of us all. ഇതിങ്ങനെ പറഞ്ഞു വരികയാണ്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന
അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ എഴുതി വരികയാണ്. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എഗെയിൻസ്റ്റ് ഓൾ ഹോപ്പ് Abraham in hope believed, and so became the father of many nations, just as it had been said to him, so shall your offspring be. 19-ാമത്തെ വചനം, without weakening in his faith, he faced the fact that his body was as good as dead, since he was about 100 years old, and that Sarah's womb was also dead. Yet he did not waver through unbelief regarding the promise of God, but was strengthened in his faith and gave glory to God, being fully persuaded that God had power to do what he had promised. This is why it was credited to him as righteousness. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? അബ്രഹാമും തൻ്റെ ഭാര്യയും they were as good as dead. ഏകദേശം അവരുടെ ശരീരം മൃതപ്രായമായതുപോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇനി ഇല്ല എന്ന് ഉറപ്പായി. ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഇനി ഒരു തരത്തിലും കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പായി. നിങ്ങളിപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ്, ഇനി ഒരു പ്രതീക്ഷയും ഇല്ല ബ്രദറെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ്, ഇനി ആത്മഹത്യയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നില്ല. അതാണ് കാണുന്നൊരു വഴി, അതാണ് ആത്മഹത്യ ചെയ്യുക. ഈ സകല പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുക, അതാണ് ഏറ്റവും നല്ല വഴി. പലപ്പോഴും ചിലർക്ക് ലോഡ്ജ് എടുത്ത് വീട്ടുകാരെ പോലെ അറിയിക്കാതെ, ചിലപ്പോൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച്, ചിലപ്പോൾ അതുപോലും എഴുതാതെ ചിലരൊക്കെ ലോഡ്ജ് എടുത്ത് അതിനുള്ളിൽ മരിക്കാറില്ലേ, റെയിൽവേ ട്രാക്കിലേക്ക് ചാടാറില്ലേ, വിഷം കുടിക്കാറില്ലേ, പല തരത്തിൽ വെള്ളത്തിൽ ചാടുന്നവരുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ചിന്തിക്കുന്നത് ഇനി ഒരു വഴിയും ഇല്ലെന്നാണ്, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തി. എന്നാൽ ഇവർക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നു, ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനോട് ചേർത്ത് ഞാൻ ഒരു വചനം തരട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി നോക്കി. 7-ാം അധ്യായം 5 മുതൽ 8 വരെ. He gave him no inheritance here, not enough ground to set his foot on. But God promised him that he and his descendants after him would possess the land, even though at that time Abraham had no child. God spoke to him in this way, for 400 years your descendants will be strangers in a country not their own, and they will be enslaved and mistreated. But I will punish the nation they serve as slaves, God said, and afterward they will come out of the country and worship me in this place. Verse number 8. Then he gave Abraham the covenant of circumcision, and Abraham became the father of Isaac and circumcised him 8 days after his birth. Later, Isaac became the father of Jacob, and Jacob became the father of the 12 patriarchs. ഇതൊരു ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും. എന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്തതിയില്ല. 10 വർഷം, 20 വർഷം, 25ഓളം വർഷം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ ഒരു കുഞ്ഞു പോലും ജനിച്ചില്ല. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഫർദർ പ്രോമിസസ് കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അബ്രഹാമേ, നീ ഇപ്പോൾ കാൽ ചവിട്ടിരിക്കുന്ന ഈ ദേശം നിനക്കും നിന്റെ മക്കൾക്കും നിത്യകാല അവകാശമായി തരികയാണ്. മക്കളില്ലെന്ന് ഓർക്കണം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും തലമുറകൾക്കും. പക്ഷേ ഒരു കുഞ്ഞു പോലും ഇല്ല, ഇസഹാക്ക് ജനിച്ചിട്ടില്ല. ആ കാലത്ത് ദൈവം പറയാണ്, ഈ ദേശം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും. കുഞ്ഞില്ലാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്. പക്ഷേ വർഷങ്ങൾ മുന്നിലേക്ക് പോയി, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത പരുവത്തിലെത്തി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവര്
ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് അടിമകളാകും. 400 വർഷം അവരവിടെ അടിമകളായി ജീവിക്കേണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് വലിയൊരു അനുഗ്രഹത്തോടുകൂടെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ എത്രയോ ഫർദർ പ്രോമിസസ് ആണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും തനിക്ക് കുഞ്ഞുങ്ങളില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പല പല കാര്യങ്ങൾ കണക്ട് ചെയ്ത് വാഗ്ദത്തങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ തുടക്കം ഇതുവരെ ആയിട്ടില്ല എങ്കിൽ അബ്രഹാമിന് സംഭവിച്ചതുപോലുള്ളൊരു വലിയൊരു അനുഗ്രഹം, വലിയ അനുഗ്രഹം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അബ്രഹാമിന് യാതൊരു സാധ്യതയും കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഇനിയില്ല. സാറയുടെ ശരീരത്തിലും ഇനി കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. വാഗ്ദത്തങ്ങളാണെങ്കിൽ ഇങ്ങനെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള വാഗ്ദത്തങ്ങൾ വരെ കൈപിടിച്ചിട്ടുമുണ്ട്. ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് അബ്രഹാമിനും സാറയ്ക്ക് എന്ത് സംഭവിച്ചു? കഥയെല്ലാം നിങ്ങൾക്കറിയാം. ഈ വാഗ്ദത്തം കിട്ടി കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് സാറ തന്നെ അബ്രഹാമിനോട് പറയുന്നു, ഇത്രയും വർഷങ്ങൾ ഇത്രയായി, ഇനി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ വിശ്വാസം ബലഹീനമായി. സത്യം പറഞ്ഞാൽ വിശ്വാസം ചോർന്നു പോയി. എന്നിട്ട് പറയുന്നു, ഹാഗാറിൽ കുഞ്ഞുണ്ടാകട്ടെ. ഹാഗാറിൽ കുഞ്ഞുണ്ടായി അത് വലിയൊരു പ്രശ്നമായി മാറുന്നു. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ആ സമയത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായം 11-12 വചനങ്ങളൊന്ന് വായിച്ചു നോക്കാമോ? And by faith even Sarah, who was past childbearing age, was enabled to bear children because she considered him faithful who had made the promise. And so from this one man, and he as good as dead, came descendants as numerous as stars in the sky and as countless as the sand on the seashore. അപ്പോൾ ഇവിടെ സാറയുടെ കാര്യം അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുടെ ശരീരത്തിൽ ഇതൊന്നുമില്ലാതിരിക്കുമ്പോൾ അവർ വാഗ്ദത്തം തന്ന ദൈവത്തെ തുടർന്നും വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 13-14 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, why did Sarah laugh and say, will I really have a child now that I am old? Is anything too hard for the Lord? I will return to you at the appointed time next year and Sarah will have a son. ഇവിടെ കർത്താവ് അബ്രഹാമിനെ പിടിച്ച് ചോദ്യം ചെയ്യുക, നിന്റെ ഭാര്യ സാറ ഞാൻ ഈ വാഗ്ദത്തം നൽകിയ സമയത്ത് ചിരിച്ചു. ചുമ്മാ ചിരിക്കുകയല്ല, അവിശ്വസിച്ച് ചിരിച്ചു, അല്ലെങ്കിൽ പരിഹസിച്ച് ചിരിച്ചു. ഇതൊന്നും നടക്കാൻ പോലും ഒരുപക്ഷെ നാണം കൊണ്ടും ഒക്കെ അവളങ്ങ് ചിരിച്ചു, കൂലിങ്ങി ചിരിച്ചു. ഇത് കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് കർത്താവ് ചോദിച്ചു, എന്തെങ്കിലും കാര്യം എനിക്ക് അസാധ്യമായിട്ടുണ്ടോ? ഇന്നും ചിലരെ നോക്കി കർത്താവ് ശാസിക്കുകയാണ്. ചിലരെ കർത്താവ് അതിശക്തമായി ശാസിച്ച് പറയും, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഇടയ്ക്ക് വെച്ച് നീ എന്തുകൊണ്ട് അവിശ്വസിച്ചു? അവൾ ചിരിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞ അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാകും എന്നും കർത്താവ് പറഞ്ഞു. 21-ാം അധ്യായം 6-7 വായിച്ചു നോക്കി. Sarah said, God has brought me laughter, and everyone who hears about this will laugh with me. And she added, who would have said to Abraham that Sarah would nurse children? Yet I have borne him a son in his old age. സാറ ആദ്യം ചിരിച്ചു, അവിശ്വസിച്ച് ചിരിച്ചെന്നിരിക്കട്ടെ. എന്നാൽ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ, ഇസഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് ആ കൊച്ചിന് പേരിട്ടു ലാഫ്റ്റർ, ചിരി. ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം ചിരി എന്നാണ്. കാരണം അവളും അത് കാണാൻ വന്നവരും ബന്ധുമിത്രാദികളും നാട്ടുകാരെല്ലാം സന്തോഷിച്ചും ഈ വാർദ്ധക്യകാലത്ത് കുഞ്ഞുണ്ടായത് ഓർത്ത് ചിരിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ആദ്യം അവൾ അവിശ്വസിച്ചാണ് ചിരിച്ചതെങ്കിലും പിന്നീട് വിശ്വസിച്ച് കണ്ട് സന്തോഷിച്ച് ചിരിക്കാൻ തുടങ്ങി. ഞാൻ ചിലരെ നോക്കി ഇന്ന് പ്രവചിച്ചു പറയുക, ചില സമയത്ത് ഒരുപക്ഷെ അവിശ്വസിച്ച് നിങ്ങൾ പരിഹസിച്ച് കാണും, അവിശ്വസിച്ച് പലതും ചെയ്ത് കാണും, വിശ്വാസം ബലഹീനമായി പോയി കാണും. പക്ഷെ കർത്താവിൽ ഞാൻ പരിശുദ്ധാത്മ നിറയിൽ പറയുകയാണ്, ഇതൊരു സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു സെലിബ്രേഷൻ്റെ ചിരിയാക്കി കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളിൽ മാറ്റാൻ പോവുകയാണ്. വിശ്വാസം വീക്കെൻഡായ സമയത്ത് എന്താണ് അവർ ചെയ്തത്?
ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് വാഗ്ദത്തം നൽകിയവനെ സ്തുതിച്ച് വിശ്വാസത്തിൽ ബലപ്പെട്ട് മുന്നിലേക്ക് പോയി. ഇടയ്ക്ക് വെച്ചൊരല്പം അപ്പ് ആൻഡ് ഡൗൺസ് വന്നാലും വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നോളൂന്ന്. അതായത് വിശ്വാസം ഇടയ്ക്ക് വെച്ച് ബലഹീനമായി പോയാൽ പോലും തിരിച്ച് ആ വിശ്വാസത്തിലേക്ക് വരണം. റെസ്റ്റോർ യുവർ ഫെയ്ത്ത്. വിശ്വാസം ബലഹീനമായി പോയാൽ എന്ത് ചെയ്യണം? ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ വിശ്വസിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നത് ഒരു കർഷകൻ വിത്ത് വിതച്ച ശേഷം ഹാർവസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് അനാലജി. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു കർഷകൻ വിത്ത് വിതച്ച ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? വെള്ളം, ജലസേചനം നൽകണമെങ്കിൽ വെള്ളം നനയ്ക്കണം, സൂര്യപ്രകാശം വേണം, ചിലപ്പോൾ വളം ഇട്ട് കൊടുക്കേണ്ടി, ഇതെല്ലാം ചെയ്തു. അതിനുശേഷം ഇറ്റ്സ് എ ലോങ് വെയിറ്റിംഗ് പീരിയഡ്. കുറേ നാൾ. ചിലതിൻ്റെ വിളവുകൾ ആഴ്ചകൾക്ക് ശേഷം കിട്ടിയേക്കും, ചിലതിൻ്റെ വിളവുകൾ മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ചില വിളകൾ വരുന്നത് ഒരുപക്ഷെ 3 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ, നിരവധി വർഷം കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഹാർവസ്റ്റ് വരികയുള്ളൂ. പക്ഷെ അത് വരും. കാരണം എന്താ? വിത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് ദൈവവചനം അല്ലെങ്കിൽ വാഗ്ദത്തം. വാഗ്ദത്തം കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായാലും അത് വന്നോളും. സോ നിങ്ങളുടെ വിശ്വാസം ബലഹീനമായി പോയാൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ആ വാഗ്ദത്തത്തെ കയ്യിലെടുക്കുക. ഒരല്പം അവിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചു വിശ്വാസത്തിലേക്ക് കയറുക. അതിനുവേണ്ടി പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുക. ദൈവവചനത്തിൽ അതേ സാഹചര്യത്തിലൂടെ പോയ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ആ ഭാഗം വായിക്കുക. അതിനെ ഓർത്ത് വിഷ്വലൈസ് ചെയ്യുക. വിശ്വാസത്തെ വീണ്ടും ബലപ്പെടുത്തി മുന്നിലേക്ക് പോകുക. ദൈവം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നവംബർ മാസത്തിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റിക്ക് 3 മാസത്തോളം ആൻറ്റിക്ക് ഒരു അലർജി രോഗമായിരുന്നു. ആൻറ്റി പറയുന്നത് കാൽ മുഴുവനും ഇങ്ങനെ കറുത്ത അലർജി രോഗം വന്ന ഒരു ഷൂ ഇട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു. 2 കാലിലും അലർജി രോഗം വന്നു. കറുത്ത നിറം കയ്യിലും അതുപോലെ തന്നെ. കാലിന്റെ അടിയിലാണോ? കാലിന്റെ പുറത്ത് ഷൂസ് ഇട്ടതുപോലെ നിറച്ചും കറുപ്പായിരുന്നു. ഒരു ഷൂസ് ഇട്ടതുപോലെ കാല് മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞ് കറുത്ത നിറമായിരുന്നു. കറുത്ത കീലടിച്ചതുപോലെ ഇരുന്നു. കീലടിച്ചതുപോലെ അതുപോലെ തന്നെ 2 കയ്യിലും അതുപോലെ ഉണ്ടായി. കംപ്ലീറ്റ് മാറി ഇപ്പൊ. ആൻറ്റി ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം മക്കള് ഹോസ്പിറ്റൽ പോകാൻ വിളിച്ചു. ഇത്രയും കൂടുതലായിട്ടും ആൻറ്റി എന്താ നമുക്ക് ഹോസ്പിറ്റൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, ആ പണം എനിക്കിതാ, ഞാൻ പാവങ്ങൾ കൊടുക്കാം. ഞാൻ യേശുവിനെ തൊടുമ്പോഴേ ഞാൻ സൗഖ്യമാകുള്ളൂ എന്ന് മക്കളോട് പറഞ്ഞു. യേശുവിനെ തൊടുമ്പോ സൗഖ്യമാകുന്നു മക്കളോട് പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ഞാൻ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷെ വിശ്വാസിയാണ്, യേശുവിൽ വിശ്വാസമുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആൻറ്റി എല്ലാ ദിവസവും TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നവംബർ മാസത്തിൽ ഒരു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ അലർജി രോഗം സൗഖ്യമായ ഒരു സഹോദരിയുടെ സാക്ഷ്യമേ അമ്മ കേട്ടു. നവംബർ മാസത്തിൽ ആ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ TV പ്രോഗ്രാം കണ്ടപ്പോൾ സൗഖ്യമായി. അങ്ങനെ പെട്ടെന്ന് എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി അത് ആ സമയത്ത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ആ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ എന്നെയും യേശു തൊടുമെന്ന് പറഞ്ഞ ആ സമയം വിശ്വസിച്ചു. സംഭവിച്ച അത്ഭുതം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി അത് മാറാൻ തുടങ്ങി. അമ്മച്ചിയുടെ പഴയ ആ നിറത്തിലേക്ക് കൈവന്നു. കാലിലെ ആ രോഗം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ അമ്മ 1 മാസമായിട്ട് പൂർണ്ണ സൗഖ്യത്തോടെ അമ്മ ഇപ്പോൾ ആയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ അലർജി രോഗമുള്ള ആര് എവിടെ ഉണ്ടെങ്കിലും പ്രോഗ്രാമിൽ, TV പ്രോഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. നിങ്ങൾക്കുള്ള സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വീകരിക്കുക. അമ്മച്ചി ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ഫെസ്റ്റിവൽ വന്നപ്പോൾ, കഴിഞ്ഞ മാസം ഫെസ്റ്റിവൽ വന്നപ്പോൾ അമ്മച്ചിയുടെ വന്നിരുന്നു. അമ്മച്ചിയുടെ മോളുടെ പേര് ഉഷസ് എന്നാണ്. മോളുടെ പേര് ഉഷസ് എന്നാണ്. ആ മോൾക്ക് യൂട്രസിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. യൂട്രസിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ദിവസം അന്ന് സ്കാൻ ചെയ്യാൻ, തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്, അന്ന് ഇവിടെ അമ്മയെ വിളിച്ചു പറഞ്ഞു സ്കാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. പക്ഷേ ഇവിടെ ബ്രദർ പ്രാർത്ഥിക്കുവാൻ കയറിയ സമയത്ത്
ഫസ്റ്റിലെ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഉഷസ് എന്ന് പേരുള്ള ഒരു സഹോദരി കാണിക്കുന്നു, നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ ദൈവം സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയാ ഇവിടെ നിന്നേച്ചത്. ഇവിടെ കഴിഞ്ഞ മാസത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിൽ ബ്രദർ കയറിയ സമയത്ത് ഉഷസ്, നീ എവിടെയായിരുന്നാലും, അമ്മ പറഞ്ഞു ഉഷസ് നിന്നെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രദർ പറഞ്ഞു ഇവിടെ ഇല്ല, അമ്മ ഇവിടെ തമിഴ്നാട്ടിലും അമ്മ പ്രാർത്ഥിക്കുവാൻ ഇവിടെ വന്നിരിക്കും. ഉഷസ് ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, നീ എവിടെയാണെങ്കിലും ഒരു ദൈവം നിന്നെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം സ്കാൻ ചെയ്ത റിപ്പോർട്ട് വന്നപ്പോൾ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ഓപ്പറേഷൻ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. കൈകളുള്ളവരൊക്കെ അടിക്കുക. അടുത്ത മാസം വരുമ്പോൾ മോളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോളെയും കൊണ്ടുവരും. കർത്താവേ അമ്മയെ അനുഗ്രഹിക്കണമേ. ജീസസ് നെയിം. വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, രോഗികളെ അങ്ങ് ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹാർട്ടിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. അതുപോലെ തന്നെ ലങ്സ്, ശ്വാസകോശങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകട്ടെ. അബ്രഹാമിന് സംഭവിച്ചതുപോലെ വൈകിയാലും യേശുവിൻ്റെ നാമത്തിൽ നല്ലത് വാഗ്ദത്ത സന്തതി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി പിടിക്കുക. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു, ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഒന്നും മിസ് ചെയ്യരുത്. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ.